ഒരു 12 മണിയൊക്കെ ആയത് ഇട്ടുകൊണ്ട് 7:30 മണിക്കാണ് ഇവിടെ കറക്റ്റ് മഴ ചെയ്ത്. അടിപൊളിയായി മാഷാ അല്ലാ. ഒന്നുമില്ല ആണ്ടങ്ങൾ ഫുള്ള് സെറ്റാണ്. നിസ്കരിക്കാൻ നിൽക്കുക, നിസ്കരിച്ചിട്ടില്ല. മഴ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ വാപ്പ ചീത്തന്നെ, ആൾക്കാർ ചീത്തറയുടെ വേഗം പോയിക്കാൻ പറയുമ്പോൾ ഞാൻ അളപ്പി കൂടെ എന്ത് ചെയ്യും വേണ്ട പോരേട്ടാ. ഒന്ന് വന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നോ ഒരു പ്രശ്നം ഇടാം. മാഷാ അല്ലാ എല്ലാവരും കൊടുന്നാക്കി ഓക്കെ എല്ലാവരും കൊടുന്നാക്കി വിട പറഞ്ഞിട്ടാണ്. ചെക്കന്ന് പോവാണ്, ഒരാൾ പാപ്പിന്ന് പോവുകയാണ്. അപ്പോൾ പണ്ടിട്ട് എല്ലാവരും ഇവിടെ കൊടുന്നാക്കി കൊടുത്ത സൈറ്റിലോ ബസ്സിൽ ചൂടായിട്ട് നിൽക്കും. മാത്രമല്ല ഞങ്ങൾ പണിയെടുക്കുന്നിടത്തുനിന്ന് ഒരു 90% പെരകളിലൊന്നതാ എന്ത് ചെയ്യും, അതിന് മേലെ പരത്തണ പരിപാടി ചെയ്യുക. മേലെ കറക്റ്റ് സ്ലോപ്പ് വെള്ളം ഉണ്ടാവും, കറക്റ്റായിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മൾ നിൽക്കണോണ്ടും നമ്മളെ കുട്ടികൾ നോക്കണോണ്ടുമാണ്. പണി അത്രയും വൃത്തിയിൽ നോക്കൂട്ടാ, ഫുള്ളാവൂട്ടാ, സെറ്റാണ്. ഇതെന്താ പറയുക, അത് ഫുള്ള് ഇവിടെ ബീഡിങ് ഇടലും കാര്യങ്ങളും കൂടെ ആയിട്ട് അങ്ങനെ ഇന്ന് അതേപോലെ സെറ്റാക്കട്ടെ, ഫുള്ള് സെറ്റാക്കണം ഇൻഷാ അല്ലാ. ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ എളാപ്പാക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യണം, എളാപ്പാനോട് പായ ഇടണമെന്ന് ചോദിക്കണം. എളാപ്പ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം, ഉണ്ടെങ്കിൽ കൺഫേം ആണ് ഇതിന് പായ ഇടാതെ ഞങ്ങൾ പോകുക. എത്ര വലിയ മഴ എന്നാലും ശരി അപ്പം വരുള്ളൂ ഞങ്ങൾ. അപ്പം വന്നാണ്ട് പായ ഇട്ട് കൊടുക്കും. നേരെ മറിച്ച് എളാപ്പ ഇവിടെ ഇയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, പറ്റൂല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, എളാപ്പ വിളിക്കണം. നോക്കിയിട്ട് ആ വൈബ്രേറ്റ് ആയിട്ട് എവിടുക്ക പോകണ ആ ചെറിയ 3 ഇഞ്ച് എന്തേടാ ഇറത്തടിച്ചാ ആരോടിയാ. അപ്പോൾ 3 ഇഞ്ചിൻ്റെ ഇതിക്ക് മറ്റേ വൈബ്രേറ്റ് നിൽക്കാണ്ടെങ്കിൽ വെള്ളം ആ പോയിന്റിൽ അവിടെ എത്തിയിട്ട് അപ്പുറത്തും അതേപോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ടില്ല. ആ പോയിന്റ് ഒരു ടെൻഷൻ ചെയ്യാതെ വാർപ്പായിട്ടാണ്. നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി മഴയില്ല. പക്ഷേ എവിടൊക്കെയോ മഴ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ മാന്മാരെ ബർക്കത്ത്. എന്താ വെച്ചാൽ അല്ല നമ്മളെ കൈവിട്ടിട്ടില്ല. ക്യാ बोला लास्ट बीफ बिरयानी पूरा आदमी का आएगा तो आज बीफ बिरयानी आएगा, मुश्किल नहीं है. അള്ളാൻ്റെ ഒരു അനുഗ്രഹം നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. നല്ല പേരാപ്പിയൊരു മയ മക്കളെ വാർപ്പാണ്, വാർപ്പാണ്. ഒരു പേടിയും പേടിക്കണ്ടെന്നാ പറയണേ. പക്ഷെ എന്താ അറിയോ, നമ്മളെ മണ്ണ് കുറേ ഒളിച്ചു പോയി. മണ്ണ് നമ്മൾ എന്തേന്നാവും കുറച്ചാണ് പോയിട്ടുണ്ട്. മണ്ണെണ്ണ നിരങ്ങിപ്പോയി. അത്രയും രാത്രി മഴ കിട്ടും. പക്ഷെ എന്താണ് നമ്മൾ കവളപ്പെടാതെ അല്ല, ഭയപ്പെടണ്ടല്ല, ഒരു പേടിയും പേടിച്ചിട്ടുണ്ടെന്നാ പറയണേ. മൊത്തോ അപ്പൊ എന്താ പറയാ അല്ല ഒരു പേടിയും പേടിക്കണ്ടെങ്കിൽ ധൈര്യത്തിൽ തുടങ്ങിക്കോളി എന്ന് പറയണേ. ഏകരം കെട്ടിക്കോളി. ക്യാ बोला लास्ट बीफ बिरयानी पूरा आदमी का आएगा तो आज बीफ बिरयानी आएगा, मुश्किल नहीं है, ठीक है. എന്താ പറഞ്ഞാ ഫുള്ള് ഞങ്ങൾ സെറ്റ് ആയി തരാം. ഒരു പേടിയും പേടിച്ചിട്ടുണ്ടാ. മഴയൊന്നും ഇൻഷാ അല്ലാ ഒക്കെ ഹൈറാവും. എന്താ പറയുക, ബീഫ് ബിരിയാണി വേണം ആയിക്കോട്ടെ. ഓക്കെ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് ഹൈറുള്ള മഴയാക്കി തരാം. മഴ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല, ഹൈറുള്ള മഴയാക്കി തരട്ടെ. ആയതുകൊണ്ട് നേരം വൈകിട്ട് സിമെൻറ്റ് ആറ്റം വന്ന എവിടേക്കാറ് നേരെ വൈലത്തൂർ ഇതാക്കിയിലേക്ക് സിമെൻറ്റ് ആറ്റം വന്നാട്ടാ. സെറ്റപ്പാടാ സ്റ്റീൽ കട എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് സെറ്റപ്പ് മാഷാ അല്ലാ. നോക്കാണി പക്ഷെ ഇവിടെ എന്തോ ഒരു ഇറ്റലുണ്ട്, അതുകൊണ്ടാട്ടാ പായിട്ട് സിമെൻറ്റ് ഉണ്ട് അവിടെ. പിന്നെ ഫുള്ള് പുതിയ സിമെൻറ്റുകൾ അന്നാന്ന് വരും. ഡെയിലി സിമെൻറ്റ് വരും കേട്ടോ. എന്തായാലും സിമെൻറ്റ് കയറ്റിയിട്ട് അച്ഛാവായി നമുക്ക് അൾട്രാടെക്ക് ആട്ടാ. അൾട്രാടെക്ക് പുതിയതാണെന്ന് മനസ്സിലാക്കാൻ വേഗം തൊട്ട് നോക്കിയാൽ മതി, വേഗം കുയ്യായിപ്പോവും. സെറ്റപ്പാക്കി കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. മക്കളെ സംഭവം ചാലായിട്ടാണ്. ചെറിയൊരു മഴയുള്ളൂ, ചെറിയ മഴയുള്ളൂ. അട്ടുള്ളി എല്ലാം അടുത്ത് വിട്ടോളി. ബിസ്മില്ലാ തെലാങ്കാന കൈകൊണ്ടാട്ടെന്ന് തുടക്കം. ഇൻഷാ അല്ലാ ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ മഴ നമുക്ക് അനുഗ്രഹമാണ്, അനുകൂലമാണ്. ഇൻഷാ അല്ലാ ബിസ്മില്ലാ ഹിലാ ഹദ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ. അല്ലാ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇൻഷാ അല്ലാ. മകളെ റെഡീസർ കംപ്ലീറ്റ് വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഊക്ക് കാര്യങ്ങളെല്ലാം കെട്ടിക്കണ്. ഇത് അവിടെ ഒരു ഊക്ക് എല്ലാ ഭാഗത്തും ഊക്കുണ്ട് കേട്ടോ. ചാട്ടത്തിൽ ഊക്ക് എല്ലായിടത്തും ഊക്കുണ്ട്. റെഡീസർ റെഡീസർ അവിടെ വലിയ റെഡീസർ കേട്ടോ വാങ്ങിക്കണേ. ഈ റെഡീസർ വലുത് വാങ്ങാൻ കാരണം എന്താ പറയുക, ആ കാണുന്ന മരത്തുമ്പത്തെ ഇല ഫുള്ള് ഇതിമ വരുന്നുള്ള ബോധം നമുക്കുള്ളതുകൊണ്ടാണ് ഇവിടെ വലിയ റെഡീസർ ആക്കി കേട്ടോ. 3 ഗ്രൈൻഡർ കേട്ടോ ഇവിടെ റെഡീസർ. കാരണം ഇല ഫുള്ള് ഇവിടെ വരും. അപ്പോൾ കണ്ടുകളി അവിടെ ആ മൂലൊക്കെ റെഡീസർ ഹൂക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. തെലാങ്കന്ന് പണിക്കില്ല കേട്ടോ. തെലാങ്ക എന്നാലും നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ ഇവിടെ ഒരു ഫാൻ വരാനുള്ളതാണ്, വലിയ ഹൂക്കിട്ടാണ്. സലാം അതിൻ്റെ അടിയിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വയറിങ്ങിൻ്റെ പണി ബാക്കി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് ഒന്നും എന്ത് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ട് അല്ലെന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്ത് നമുക്ക് ഇടാനുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്ത് കണക്ഷൻ ഫുള്ള് സെറ്റാക്കിയിട്ടാണ്. ബാക്കി ഭാഗം കൂടി ഇടാനുള്ളൂ. ഓക്കെ മാഷാ അല്ലാ സെറ്റല്ല. മാഷാ അല്ലാ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഇടയ്ക്കാണ്. അത് വലിയ ബർക്കത്താണ് മാഷാ അല്ലാ. പാപ്പി
आज കോൺക്രീറ്റ് नहीं है बहुत मुश्किल है बहुत मुश्किल है बारिश नहीं है കണ്ട ഒരു മഴ ഒന്നുമില്ല കേട്ടോ ഒരു ചൊറയും വലിയ ഒന്നുമില്ല മഴ നല്ല സുഖമാണ് ഒരു ലേശം ലൂസായി കൊടുക്കട്ടാ തോടെ പണിടാലോ പിന്നെന്താ പറയുക ഇവിടെയൊക്കെ ചളിപ്പിളിയൊക്കെ ഉണ്ട് കേട്ടോ ഡൺ ഡൺ ഓക്കെ തോടെ ലൂസായി കൊടുക്കട്ടാ ഡൺ 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 തോടെ ലൂസായി കൊടുക്കും തോടെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടാ തോടെ ഓക്കെ സെറ്റാട്ടോ മക്കളെ ഒരു പേടിയില്ല ഒരു ടെൻഷനും വേണ്ട അള്ളാൻ്റെ ഒരു അനുഗ്രഹം നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ നല്ല പിരാപ്പിയൊരു മഴ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമ്മളെ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് കേട്ടോ എന്താ പറയുക നല്ല റാഹത്തായിട്ട് വാർപ്പ് ഇങ്ങനെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ കൊട്ടടാണ്ട് അപ്പോൾ ബാക്കിയിലിങ്ങനെ പിടിച്ച് പോവാം ഫുള്ള് മാഷാ അല്ലാഹ് ഒരു ടെൻഷൻ ചെയ്യാതെ വാർപ്പായിട്ടാണ് നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി മഴയില്ല പക്ഷേ എവിടൊക്കെയോ മഴ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് മഹാന്മാരെ ബർക്കത്ത് എന്താ വെച്ചാൽ അല്ല നമ്മളെ കൈവിട്ടിട്ടില്ല കണ്ടെങ്കിൽ സെറ്റായിട്ട് മാഷാ അല്ലാഹ് ഒരു പ്രശ്നവുമില്ല വെള്ളം വന്ന് നിൽക്കണ്ടെങ്കിൽ വെള്ളം ആ പോയിന്റിൽ അവിടെ എത്തിയിട്ട് അപ്പുറത്തും അതേപോലെ തന്നെ ഒരു പോയിന്റ് ഉണ്ടില്ല ആ പോയിന്റിൽ കറക്റ്റിന് വെള്ളം അവിടെ എത്തിയിട്ടാണ് ഓക്കെ ഇവിടുന്ന് പിന്നെതാ ഇങ്ങോട്ട് സ്ലോപ്പാണ് ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പ് ഇങ്ങോട്ടാട്ടാ അതേപോലെ അവിടെ ഒരു മാഷാ അല്ലാഹ് ഈ പണി ഇതാ ഒരേപോലെ നടക്കണേ കാണാൻ തന്നെ എന്ത് രസമാണ് കളി എന്താ രസം എന്ന് പറയും മാഷാ അല്ലാഹ് മോട്ടർ ടാങ്കി വെള്ളം പോണേ മഴ നോക്കാണ് കാത്തിക്കണേ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അള്ളാൻ്റെ അനുഗ്രഹം നോക്കാണേ ശരാങ്ക ഇവിടുന്ന് ഒരു ചട്ടി ആ കോർണറിൽ ഇട്ടാണ് ഇതാ ആണ്ട് പോയതാണ് കേട്ടോ പേപ്പർ ഇട്ടാണ്ടേ ആണ്ട് പോയതാ ഇതുവരെ ഒരു പ്രശ്നവും അൽഹംദുലില്ലാ ഉണ്ടായില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മഴൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും കണ്ടില്ല കേട്ടോ ഇതൊക്കെ രണ്ടാം പിടുത്തം പിടിച്ചാളാട്ടാ പായിടണ്ടെന്നൊരു സംശയത്തിലാണ് നോക്കിട്ടാ വൈബ്രേറ്റ് എവിടെയൊക്കെ പോകണ ആ ചെറിയ 3 ഇഞ്ച് എന്താടാ എർത്തടിച്ചാ ആരോടിയാ അപ്പോൾ 3 ഇഞ്ചിൻ്റെ ഇതിക്ക് മറ്റേ വൈബ്രേറ്റർ ഇടണോക്കാണ് എന്തിൽ ബീഡിങ്ങിലാണ് വൈബ്രേറ്റർ ഇടുന്നത് വളരെ നല്ലതാട്ടോ മഴയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സെറ്റാവും സാധനം എങ്ങനെ കണ്ട ആ ഭാഗത്ത് കണ്ടില്ലെങ്കിൽ നമ്മൾ സെറ്റാവില്ല എന്ന് നമുക്ക് തോന്നും പക്ഷേ പെട്ടെന്ന് സെറ്റാവും സാധനം കാരണം വെച്ചാൽ നമ്മൾ വെള്ളം കൂടുതൽ കൂട്ടണില്ല അതുകൊണ്ട് പെട്ടെന്ന് സെറ്റാവും അപ്പോൾ എന്താ പറയുക ഒന്ന് വൈബ്രേറ്റ് ഇട്ട് കൊടുത്താൽ വളരെ നന്നാവും അതിൻ്റെ അടിയിൽ കൂടി ക്രാക്ക് വരും കേട്ടോ ഓക്കെ നോക്കാം നിങ്ങൾ അതിൻ്റെ അടിയിൽ കൂടി ചെയ്തിപ്പോൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ അങ്ങനെ ബീഡിങ് വെച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തോണ്ടിട്ടാനോ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ ആ എന്തിൻ്റെ ഉള്ളിലാരോ മക്കളെ ഇതൊരു ഡിസൈൻ വാളാട്ടാ പക്ഷേ ഈ ഡിസൈൻ വാളിൻ്റെ ഉള്ളിൽ കൂടി ആണ്ടും ഇങ്ങോട്ടും വെള്ളം പോകണം അപ്പോൾ എന്ത് ചെയ്യണം ഒരു കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ മേലെ കൂടി പടവ് വരാനുള്ളതാണ് അത് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടച്ചു കൊടുക്കാം പക്ഷേ അതല്ല കുറച്ച് കനണ്ടായിക്കോട്ടാ അത് മതി അല്ലല്ലോ വെള്ളം പോകാനല്ല അത് മതി ഓക്കെ കറക്റ്റാ 8 ഇഞ്ച് ഓക്കെ ഇതാ ഇട്ട് കൊടുത്താൽ മതി മാഷാ അല്ലാഹ് ചെയ്തതാ ലാസ്റ്റ് ഫുള്ള് സെറ്റാക്കിയിട്ട് പലക ചോദിക്കുകയാണ് എന്തിനാ അറിയാം രണ്ടാമത്തെ പുറത്തം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഫുള്ള് മസ്ബൂത്താണ് ഒന്നും നോക്കണ്ട അവിടുന്ന് ഇതാ രണ്ടാം പുറത്തം പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ മഴ അൽഹംദുലില്ലാ അനുഗ്രഹമുള്ള മഴയാണ് ഒരു പേടിയും പേടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ടാ കഴിയുമ്പോൾ ഇങ്ങനെ ചാർന്ന് ചെറുതായിട്ട് മഴ പണി ഫുള്ള് കഴിഞ്ഞ് ലാസ്റ്റ് ചട്ടിക്ക് വേണ്ടി ഇങ്ങനെ കാത്ത് കേട്ടോ ആ സൈഡിലൊരു ബീഡിങ് ഇടാണ്ട് പാപ്പി അച്ഛാ പിന്നെ അപ്പോൾ അതും കൂടി ചെയ്താൽ പരിപാടി ഏകദേശം അൽഹംദുലില്ലാ ഫുള്ളാവട്ടാണ് സെറ്റാണ് ഇതെന്താ പറയുക അത് ഫുള്ള് ഇവിടെ ബീഡിങ് ഇടലും കാര്യങ്ങളും കൂടെ ആയിട്ട് അങ്ങനെ ഇന്ന് അതേപോലെ സെറ്റാക്കട്ടെ ഫുള്ള് സെറ്റാക്കണം ഇൻഷാ അല്ലാഹ് ഒരു പേടിയും പേടിക്കണ്ട ഞാൻ എളാപ്പാക്ക് വിളിച്ചിട്ട് എന്ത് ചെയ്യണം എളാപ്പാട് പായ ഇടണമെന്ന് ചോദിക്കണം എളാപ്പ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ കൺഫേം ആണ് നിങ്ങൾ പായ ഇടാതെ ഞങ്ങൾ പോകുക എത്ര വലിയ മഴ എന്നാലും ശരി അപ്പം വരുള്ളൂ ഞങ്ങൾ അപ്പം വന്നാണ്ട് പായ ഇട്ട് കൊടുക്കും നേരെ മറിച്ച് എളാപ്പ ഇവിടെ ഇയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല പറ്റൂല കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം എളാപ്പ വിളിക്കണം ആ ചെടി കാണാൻ എന്ത് രസം എന്ന് പറയാം അതിൻ്റെ ഇടയിൽ അതെ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം മരത്തിങ്ങനെ മാഷാ അല്ലാഹ് നോക്കുകയാണെങ്കിൽ ഫുള്ള് സെറ്റല്ലേ ഇത് ലാസ്റ്റ് പുടുത്താട്ടാ സാധനം പുടുത്താണ് ഇന്ന് ഒരുപാട് ആൾക്കാർ വാർപ്പ് മാറ്റി വെച്ചിരിക്കണേ പക്ഷേ ഞാനും സത്യത്തിൽ വാർപ്പ് മാറ്റിയേക്കാൻ വേണ്ടി സലാഖാനും സേഫാക്കാനും രാവിലെ വിളിച്ചതാണ് അപ്പോൾ ഇവിടെ അണ്ണന്മാർ വന്നപ്പോൾ പിന്നെ ധൈര്യത്തിൽ വാർക്കാം ഞങ്ങളുണ്ട് സെമീർ ഇജ്ജ് ഒരു പേടും പഠിച്ചിട്ടുണ്ടായിരുന്നു അണ്ണന്മാർ ധൈര്യം തന്നേ പിന്നെ ഞാൻ ഇന്നലെ എല്ലാവരോടും ചോദിച്ചിരുന്നു സമ്മതത്തോട് കൂടിയായപ്പോൾ എല്ലാവരും ദുആ ചെയ്ത് ഒക്കെ നല്ല റാഹത്തായി രണ്ടാമത്തെ പുടുത്തങ്ങനെ പിടിച്ച് വരിക കേട്ടോ വെള്ളത്തിൻ്റെ സ്ലോപ്പൊക്കെ കണ്ടില്ല ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് പക്ഷേ നമ്മൾ ഒരിക്കലും പായ ഇടുന്ന കേട്ടോ പായ ഇവിടെ സെറ്റാക്കി വെക്കണുള്ളൂ പായ ഒരിക്കലും ഇടൂല കേട്ടോ പായ ഇടൽ ഇതാ
ഒരിക്കലും ബുദ്ധിയല്ല. അതിൽ ഭയങ്കര ചൂടായിട്ട് നിൽക്കും. മാത്രമല്ല ഞങ്ങൾ പണിയെടുക്കുന്നിടത്തുനിന്ന് ഒരു 90% പെരകളിലൊന്നതാ എന്ത് ചെയ്യുക, അതിന് മേലെ പരത്തണ പരിപാടി ചെയ്യുക. മേലെ കറക്റ്റ് സ്ലോപ്പ് വെള്ളം ഉണ്ടാവും, കറക്റ്റായിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മൾ നിൽക്കണോണ്ടും നമ്മളെ കുട്ടികൾ നോക്കണോണ്ടുമാണ്. പണി അത്രയും വൃത്തിയിൽ നോക്കൂട്ടാ. അപ്പോൾ എന്താണ് മറ്റേ ഇതില്ലാത്തതുകൊണ്ട് എന്ത് പായിടുകയാണെങ്കിൽ ഇതിന് മേലെ പരത്തൽ നിർബന്ധമാണ്. ആകെ ചളിപിളി ഇതേപോലെ ആവും. പക്ഷേ പായിടാത്തതുകൊണ്ട് ഇല്ല ചെയ്താൽ പായിട്ടാൽ പരത്തൽ നിർബന്ധമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം എവിടേക്കും പോകില്ല. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ ഉണ്ടാവും. ഈ ദിവസം കാരണം എന്താ പറയുക, ഇവർക്ക് പരത്താതിരിക്കാനും ഇവർ ഭാവിയിൽ സിമെൻറ്റ് പരത്തിയാൽ എന്തായാലും അത് പോവും. അത് കാര്യമാണ്, ഫായതയില്ല. അപ്പോൾ എന്താ പറയുക, സിമെൻറ്റ് പരത്തലൊന്നും ഒരു ബുദ്ധിയല്ല. വാർപ്പിൽ തന്നെ നമ്മൾ ഉഷാറായി കൊടുക്കലാണ് ഏറ്റവും നല്ല ബുദ്ധി. അതുകൊണ്ട് എന്താണ് പറയുക, ഞങ്ങൾ ഇന്നിവിടെ ഉണ്ടാവും. പായ് ഇവിടെ സെറ്റാക്കി വെച്ചിക്കണേ. അപ്പോൾ ദ്വാ ചെയ്ത് എല്ലാവർക്കും നന്ദിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെയൊക്കെ പിടിക്കൂട്ടെ, ഇനി ഇവിടെ പിടിക്കൂട്ടെ, 2ാം പിടുത്തം പിടിച്ച് സെറ്റാക്കും. ആ മക്കളെ പായ് ഇവിടെ ഫുള്ള് സെറ്റാട്ടോ. പായ് സെറ്റാണ്. ചെറിയൊരു മഴ ഇങ്ങനെ വീണ്ടുണ്ട്, ചെറിയൊരു മഴ. മാഷാ അല്ലാഹ് ഈ മഴ ബാർപ്പിന് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം കേട്ടോ. ഇതിനെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, കീഴുണ്ടോയെന്നൊക്കെ സംഭവിക്കുന്നുണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഒരു കുഴപ്പമില്ല. മാഷാ അല്ലാഹ് കണ്ടിട്ട് നിങ്ങൾ നല്ല സെറ്റായിട്ട് സംഭവം അവിടെ നിന്ന് കേട്ടോ. ഓക്കെ സെറ്റല്ലേ. പക്ഷെ എന്താണ് പറയുക, പായിട്ട് കഴിഞ്ഞാൽ ആകെ കൈ ഇങ്ങനെ കുയ്യാവും. അപ്പോൾ അത് പായിടണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാഷാ അല്ലാഹ് ഈ മഴക്കാണ് പോയിക്കോളും. മാഷാ അല്ലാഹ് എല്ലാവരും കൊടുന്നാക്കി. ഓക്കെ എല്ലാവരും കൊടുന്നാക്കി ഇവിടെ പറഞ്ഞിട്ടാ. ചെക്കന്ന് പോവാണ്, ഒരാൾ പാപ്പിന്ന് പോവുകയാണ്. അപ്പോൾ വണ്ടിയിട്ട് എല്ലാവരും ഇവിടെ കൊടുന്നാക്കി കൊടുത്ത സൈറ്റിൽ ബസ്സിൽ. മാഷാ അല്ലാഹ് ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അപ്പം തന്നെ അമൃതവാഹിനി ബസ് വന്നിട്ടാണ് അതിൽ കയറി വരും. അങ്ങനെ മാഷാ അല്ലാഹ് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടാണ്. വണ്ടി സൈഡാക്കിയിട്ട് എന്ത് ചെയ്ത് നമ്മൾ പോർച്ചിലായിട്ടല്ലേ. മാഷാ അല്ലാഹ് പോർച്ച് ഉണ്ടല്ലേ നിങ്ങൾ, ചെറിയ പോർച്ചാണെങ്കിലും സംഭവം അതിൽ സെറ്റാക്കി അവിടെ ഇട്ടാണ്ടാ. നമ്മളെ വണ്ടിക്ക് കറക്റ്റാണ്. ഈ ബാക്ക് നനി, ബാക്ക് ബോഡി നനി, എന്നാലും ക്യാബിൻ നനിയില്ല. ഓക്കെ മക്കളാ മഴ എങ്ങനെ മാഷാ അല്ലാഹ് നല്ല രസമുള്ള മഴ. അപ്പോൾ നമ്മളിവിടെ ഞാൻ കുളിച്ച് മാറ്റി നിസ്കരിച്ചിട്ട് മഴ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ വാപ്പ ചീത്തന്നെ, ആൾക്കാർ ചീത്തറയുടെ വേഗം പോയിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അളപ്പി കൂടെ എന്ത് ചെയ്യും വേണ്ട പോരേട്ടാ. ഒന്ന് വന്ന് നോക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നോ, ഒരു പ്രശ്നം ഇടാം. മാഷാ അല്ലാഹ് ആ വള്ളങ്ങൾ അതേപോലെ ആർക്കും അവിടെ പോയിക്കുന്നുള്ളൂ. അത് അതിന് നിന്ന് ഇങ്ങനെ സെറ്റ് ആയിക്കോളും. ഓക്കെ വേറെ കുഴപ്പമില്ല. നിങ്ങളെ എന്താ പറയുക, പായിട്ടാൽ എന്താ പറയുക, ശരിക്കും ഇത് ചൂട് കൂടുകയാണ്. പായിട്ടാലേ കോൺക്രീറ്റിന് കേടാണ്, ശരിക്കും പായിടാൻ പാടില്ല. പക്ഷെ എന്താണ് നിവർത്തിയാത്ത മഴ ഉണ്ടല്ലോ, ഒലിക്കണ മഴ അതുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ടെടുത്താൽ മതി. ഓക്കെ അത് ഒലിക്കാനുള്ള ചാൻസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നേരെ ഫോട്ടോ എടുക്കുക. നമ്മളെ വാർത്തിട്ട് സൈറ്റിൽ എന്താണ് ഇവിടെ നല്ല പെരുമഴ പെയ്തിക്കണേ. അപ്പോൾ എന്താ സമയം എത്രയായിരുന്നല്ലോ, 9:30 രാത്രി 9 പോയൊക്കെ എന്താ പാടുന്നത് അവസ്ഥകളൊക്കെ നോക്കിയിട്ട് പായിടാതെ പോന്നാട്ടാ. ഫുള്ള് സെറ്റാക്കിയിട്ട് പായിടാതെ പോന്നാണ്. അപ്പോൾ നല്ല പെരും മഴയാണ് കേട്ടോ. പെരും മഴ എന്ന് വെച്ചാൽ പെരും മഴയാണ്. പക്ഷെ നമുക്ക് വന്നൊക്കെ ആയിരിക്കാൻ വയ്യല്ല. അതുകൊണ്ട് വന്നൊക്കെ കേട്ടോ. ചിലപ്പോൾ നായ്ക്കളുണ്ടാവും. പക്ഷെ എന്നാലും ഇൻഷാ അല്ലാഹ് നല്ല റാഹത്തായി ഇറക്കുക. രാത്രി വരുമ്പോഴുള്ള ഏറ്റവും വലിയ പേടി അതാണ്, നായ്ക്കളെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പോൾ നമ്മൾ കയറി നോക്കട്ടാ. എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചിക്കണമെന്ന് നമുക്ക് നോക്കണമല്ല. ചെറിയൊരു തെളിക്കുറവുണ്ടാവട്ടെ രാത്രി ആയതുകൊണ്ട്. ഞാൻ പിന്നെ കോട്ടിട്ടിക്കണേ. മാഷാ അല്ലാഹ് ഒരു പ്രശ്നം ചെയ്യട്ടെ. കണ്ടില്ല നിങ്ങൾ ഒന്നും ചെയ്യട്ടാ. എന്നുണ്ടോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പക്ഷേ സെറ്റായിട്ടില്ല സാധനം. കലക്കുമ്പോൾ കലങ്ങുന്നുണ്ട്. ഈ വെള്ളം ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഇതിനൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പായിട്ടിട്ടുണ്ടെങ്കിലാ ഈ പായിൽ എന്ത് ചെയ്യും, ഇത് സെറ്റാവില്ല. അത് സെറ്റാകാൻ ടൈം കിട്ടില്ല പായിട്ടാൽ. എന്താ പറയുക, നമ്മൾ ഇവിടെ വന്ന് നോക്കണം കേട്ടോ കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീക്ഷിച്ച് നോക്കണം. മാഷാ അല്ലാഹ് ഒരു പ്രശ്നം കേട്ടോ. വെള്ളമുണ്ട്, നല്ല ഫുള്ള് വെള്ളം നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഒരു 12 മണിയൊക്കെ ആയത് ഇട്ടുകൊണ്ട് 7:30 മണിക്കാണ് ഇവിടെ കറക്റ്റ് മഴയത്. അടിപൊളിയായി മാഷാ അല്ലാഹ്. ഒന്നുമില്ല ആണ്ടങ്ങൾ ഫുള്ള് സെറ്റാണ്.